നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ നമുക്ക് ബോർഡേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു സാധാ എക്സൽ ഷീറ്റിൽ നമ്മൾ എന്തെങ്കിലും ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്ത് നമ്മൾ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബോർഡർ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ എക്സൽ ഷീറ്റിൽ നമുക്ക് റോയും കോളായിട്ട് നമുക്കൊരു സെല്ലായിട്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ ഒരു ബ്ലാങ്ക് പേജ് വിത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടിച്ച ഡാറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കതൊരു ടേബിളിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ബോർഡറായിട്ടോ നമുക്കതിൽ കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിലേക്ക് ബോർഡേഴ്സ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ബോർഡേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എത്രയൊക്കെ സെല്ലിനാണ് നമുക്ക് ബോർഡർ കൊടുക്കേണ്ടത് അത്രയും സെല്ലിൽ നമ്മൾ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റിബണിലെ ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യുക. ആ ഹോം ടാബിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ബോർഡർ ബട്ടൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അപ്പോൾ ആ ഒരു ബോർഡർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ബോർഡേഴ്സ് അവൈലബിൾ, അതായത് ലെഫ്റ്റ് അലൈൻഡ് ആയ ബോർഡർ ഉണ്ട്, മിഡിൽ അതായത് പിന്നെന്താ റൈറ്റ് അലൈൻഡ് ആയ ബോർഡർ ഉണ്ട്, അതുപോലെ തന്നെ ഫുള്ളി 4 ഭാഗത്തും വരുന്ന ബോർഡേഴ്സ്, പിന്നെ കട്ടി കൂടിയ ബോർഡേഴ്സ്, അങ്ങനെ പല വിധത്തിലുള്ള ബോർഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബോർഡർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ MS എക്സലിലേക്ക് ബോർഡർ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ബോർഡേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബോർഡേഴ്സ് ആഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ബോർഡേഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ബോർഡേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എത്രയൊക്കെ സെല്ലിനാണ് നമുക്ക് ബോർഡർ ആഡ് ചെയ്യേണ്ടത് അത്രയും സെല്ലിൽ നമ്മൾ ചൂസ് ചെയ്യുക, ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ബോർഡർ ബട്ടൺ കാണാം. അപ്പോൾ ബോർഡർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിലേക്ക് ബോർഡേഴ്സ് ആഡ് ആവുള്ളൂ. അപ്പോൾ ബോർഡർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ബോർഡേഴ്സ് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ബോർഡർ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബോർഡർ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്തെടുക്കാം. സോഫ്റ്റ് എക്സലിൽ നമുക്ക് ബോർഡർ എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബോർഡർ കൊടുക്കാതെ നമുക്ക് ഒരു ഡാറ്റ നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കൊരു ഡാറ്റ നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റ് മാർക്ക് കണ്ടിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് 80, ഹിന്ദി 85, മാത്സ് 90, CS 85 ഉണ്ട്. കുറച്ച് ഡാറ്റ ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സലിന്റെ ഈ രൂപത്തിൽ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ബോർഡർ ഉള്ളതായിട്ട് തോന്നാം. പക്ഷെ നമ്മൾ പ്രിന്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിന് വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്രിന്റ് എടുത്ത് നോക്കാം എങ്ങനെയാണ്. ഫയലിൽ നമുക്ക് പ്രിന്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ പ്രിന്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അവിടെ എന്തില്ല, ബോർഡേഴ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അതിലേക്ക് ബോർഡേഴ്സ് ആഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അതിലേക്ക് ബോർഡർ വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഇതിലേക്ക് എങ്ങനെയാണ് ബോർഡേഴ്സ് ആഡ് ചെയ്യാന്ന് നോക്കാം. നമുക്ക് ഇതിലേക്ക് ബോർഡേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോം ടാബിൽ നമുക്ക് ഇവിടെ ബോർഡർ ബട്ടൺ എന്നൊരു ബട്ടൺ കാണാം. ഇതാണ് ബോർഡർ ബട്ടൺ. അപ്പം ഹോം ടാബിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ബോർഡർ ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എവിടേക്കാണ് ബോർഡേഴ്സ് വേണ്ടത്, അപ്പോൾ ആദ്യം ആ സെല്ലിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത്രയും ഭാഗത്താണ് ഞാൻ ബോർഡേഴ്സ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അത്രയും സെല്ലിൽ ചൂസ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്ത് ഹോം ടാബിൽ ബോർഡർ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് കുറേ ബോട്ടം ബോർഡർ, ടോപ്പ് ബോർഡർ, ലെഫ്റ്റ് ബോർഡർ, റൈറ്റ് ബോർഡർ, ബോർഡർ, നോ ബോർഡർ, ഓൾ ബോർഡേഴ്സ്, ഔട്ട് സൈഡ് ബോർഡർ, തിക്ക് ബോക്സ് ബോർഡർ, അങ്ങനെ കുറേ ബോർഡേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ തിക്ക് ബോക്സ് ബോർഡറാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഒരു ബോർഡർ ഞാൻ അതിൽ ചൂസ് ചെയ്ത് ഇനി നമുക്കിത് പ്രിന്റ് എടുത്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇപ്പൊ നേരത്തെ നമ്മളൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ നമുക്ക് എന്തില്ലായിരുന്നു, ഒരു ബോർഡർ ഇല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് നോക്ക് പ്രിന്റ് എടുക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും, ഒരു ബോർഡർ കാണാൻ പറ്റും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ
MS എക്സലില് നമ്മൾ ബോർഡേഴ്സിനെ ആഡ് ചെയ്യാം. അപ്പോൾ ബോർഡേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, നമുക്ക് എവിടേക്ക് എത്ര സ്ഥലത്താണോ ബോർഡേഴ്സ് വേണ്ടത് അത്രയും സെല്ലിനെ ചൂസ് ചെയ്യുക. അതിനുശേഷം ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബോർഡർ എന്ന ബട്ടൺ ഉണ്ടാവും. നമുക്ക് വേണ്ട ബോർഡേഴ്സ് ചൂസ് ചെയ്തെടുക്കാം. MS എക്സലിൽ നമുക്ക് ഓരോ സെല്ലിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ കളർ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഓരോ കളർ കൊടുക്കുന്ന ഒരു ഫീച്ചറിനാണ് എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് കളർ ഫീച്ചർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് MS എക്സലിലെ ഓരോ സെല്ലിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്യാൻ നോക്കാം. ആഡ് ബാക്ക്ഗ്രൗണ്ട് കളർ. From Home tab, we can add a color to selected cells by selecting a color from Fill Color button. അപ്പോൾ നമുക്ക് വേണ്ട ഏതാണോ ആ സെല്ല് ചൂസ് ചെയ്യുക. ആ സെല്ല് ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഹോം ടാബിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് ഫിൽ കളർ ബട്ടൺ കാണാൻ പറ്റും. ആ ഫിൽ കളർ ബട്ടൺ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക, ഒരു കളറിൽ നിന്ന് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സെല്ല് സെലക്ട് ചെയ്യുക. ആ സെല്ലിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഹോം ടാബിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫിൽ കളർ ബട്ടൺ കാണാം. ആ ഒരു ഫിൽ കളർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട കളർ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് എന്ത് ചെയ്യുക, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു സെല്ലിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. MS എക്സലില് നമുക്ക് ഓരോ സെല്ലിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് മനസ്സിലാൻ വേണ്ടി ഞാൻ വെറുതെ ചെറിയൊരു ഡാറ്റ എൻ്റർ ചെയ്യാൻ പോവാണ്. ഞാൻ വെറുതെ BC എന്നാണ് ഡാറ്റ എൻ്റർ ചെയ്തു. ഞാൻ ഈ ഒരു സെല്ലിന് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടി ഞാൻ പോകേണ്ടത് ഹോം ടാബിലാണ്. അപ്പോൾ റിബണിൽ ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫിൽ കളർ ബട്ടൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്കറിയാം, റിബണിൽ ഹോം ടാബിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫിൽ കളർ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതാണ് ഫിൽ കളർ. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓരോ കളർ ചൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സെല്ലിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാവും. റെഡ് ആണോ, അല്ലെങ്കിൽ ഓറഞ്ച് ആണ് ചൂസ് ചെയ്യുക, യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഗ്രീൻ, ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിലേക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമുക്ക് ഓരോ സെല്ലിലേക്കും കളേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കളർ ആഡ് ചെയ്യാൻ വേണ്ടി ഹോം ടാബിൽ പോവുക. ഫിൽ കളർ എന്ന ബട്ടൺ ആണ് ചൂസ് ചെയ്യുന്നത്. ഹോം ടാബിൽ ഫിൽ കളർ എന്ന ബട്ടൺ.